പുഷ്പാലങ്കാരത്തിൽ പൂക്കൾ 10 ഏകകേന്ദ്ര വൃത്തങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെയും എട്ടാമത്തെയും വൃത്തങ്ങളിൽ യഥാക്രമം 20ഉം 35ഉം പൂക്കൾ വീതമുണ്ട്. എങ്കിൽ ഏറ്റവും അകത്തെ വൃത്തത്തിൽ എത്ര പൂക്കളുണ്ട്, ഏറ്റവും പുറത്തെ വൃത്തത്തിൽ എത്ര പൂക്കളുണ്ട്, ആകെ ഉപയോഗിച്ച പൂക്കൾ എത്ര? ഇതാണ് കാണേണ്ടത്. ഇതിൽ മൂന്നാമത്തെയും എട്ടാമത്തെയും വൃത്തങ്ങളിലുള്ള പൂക്കൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വൃത്തത്തിൽ എന്ന് പറഞ്ഞാൽ T3 പറഞ്ഞാൽ A+2D ആണ്. A+2D സമം എത്രയാണ്? യഥാക്രമം 20ഉം 35ഉം. A+2D 20. പിന്നെ തന്നിട്ടുള്ളത് എത്രാമത്തെയാ? എട്ടാമത്തെ T8, അതായത് A+7D സമം 35. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി അകത്തെയും പുറത്തെയും മൊത്തം പൂക്കളും കാണാനാണ്. നമുക്ക് ഇതിലെ സമവാക്യം ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കാം. A പോയ 0, അതായത് 2ൽ നിന്ന് 1 കുറച്ച് വെക്കാം. നമുക്ക് രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കുക. അപ്പോൾ 7Dന്ന് 2D പോയാൽ 5D, 35 20 പോയാൽ 15. അപ്പോൾ 5D സമം 15. അപ്പോൾ D സമം 15/5 സമം 3. 15/5 സമം 3. ഇത് പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം D കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഏറ്റവും അകത്തെ വൃത്തത്തിൽ എത്ര പൂക്കളുണ്ട്. അതായത് ഏറ്റവും അകത്തെ വൃത്തം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വൃത്താവും. അതായത് A കാണണം. A+2D സമം A+2D സമം 20 എന്നുള്ള ഒന്നാമത്തെ സമവാക്യം നമുക്കറിയാം. അതിൽ ഡിയുടെ വില ആരോപിച്ചാൽ മതി. A+2 × 3 സമം 20. അപ്പോൾ A സമം എന്താവും? 20 - 2 × 3 6 സമം 14. അപ്പോൾ ഒന്നാമത്തെ വൃത്തത്തിലെ പൂക്കൾ കിട്ടി. എത്ര? 14 അകത്തെ വൃത്തത്തിൽ. ഇനി ഏറ്റവും പുറത്തെ വൃത്തം എന്ന് പറയുമ്പോൾ എത്ര വൃത്തമുണ്ട്? 10 വൃത്തങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? A+9D കാണണം. 10ാമത്തെ വൃത്തം എന്ന് പറഞ്ഞാൽ T10 ആണ് കാണേണ്ടത്. T10 എന്ന് പറഞ്ഞാൽ A+9D. എത്ര കിട്ടി? 14 + 9 × D എത്രയാണ്? 3. ഇപ്പം എത്ര? 14 + 9 3 27. എത്രയാ? 4 7 11 1 ബാലൻസ് 1 1 2 2 4. 41 പൂക്കളാണ് എവിടെ ഉള്ളത്? പുറത്തെ വൃത്തത്തിൽ ഉള്ളത്. ഇനിയോ ആകെ ഉപയോഗിച്ച പൂക്കൾ എത്ര? ആകെ ഉപയോഗിച്ച പൂക്കൾ കാണാൻ എന്താ കണ്ടത്? n/2 × T1 + Tn ആണ് കാണേണ്ടത്. n/2. n എത്രയാ? ആകെ എത്ര വൃത്തങ്ങളാ? 10 വൃത്തം. 10/2 സമം 10/2 × T1, അതായത് A എത്ര? 14 + Tn 10ാമത്തേലോ 41 സമം എത്ര കിട്ടും? 10/2 എത്ര നമുക്കറിയാം? 5. 5 × 14 + 41 1 4 5 1 4 5. 5 × 55 എത്ര? 5 25 5 ബാലൻസ് 2. 5 25 2 27. 275 പൂക്കളാണ് ആകെ ഉപയോഗിച്ചത്.